We are the best in Kerala now. Let's go for the best in India. Cheers. Cheers. Erin, please come. 1 second. Come, Erin. Meet Mr. Sandeep and Safal. ഹലോ. സിഒ ടിവിയുടെ പ്രോഗ്രാം കൺസൾട്ടൻസ് ആണ്. Okay. സിഒ ടിവിയുടെ പ്രോഗ്രാമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് നിങ്ങളുടെ സോങ് ആണ്. Really? ഇവർക്ക് നിങ്ങളുമായി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. Wow. യെസ്. ഇനിയെല്ലാം ഞാൻ ഏറ്റു. ഇനി നിങ്ങളുടെ ബെസ്റ്റ് ടൈം. Thank you, bye. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. എന്തു പറ്റിയടാ? നമ്മൾ പൊളിക്കാൻ പോകണം മച്ചാനെ. നീ കാര്യം പറ. സിഒ ടിവിയുമായി നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു. Really? യെസ്, ഇനിയാണ് ബെഞ്ചാരസിന്റെ തലവര മാറാൻ പോകുന്നത്. Let's rock. എന്താ ബ്രോ? എടാ എന്താ ഇതൊന്നും നോക്കിയടാ. മാളു വാ വന്നേ. നമസ്കാരം, മലനാടൻ മലയാളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്ത ആസ്വദിച്ച ഒരു പാട്ടാണ് ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റേത്. പക്ഷേ ആ പാട്ടിനെതിരെ ഇപ്പോൾ ഒരു യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെന്താണിത്? നീ ഇതൊന്നും കാണ്. ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റെ വൈറലായ പാട്ടിനെതിരെ മുണ്ടൂർക്കര സുനേഷ് എന്ന യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. മുണ്ടൂർക്കര സുരേഷിന്റെ സൗഹൃദമിന്റേത് എന്ന കവിത ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്തായാലും സുനേഷ് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുനേഷ്, ഇത് സുനേഷിന്റെ കവിത തന്നെയാണോ? എന്റെ പൊന്നു മലയാളി, ഇതാണ് ആ ബുക്ക്. ഈ കവിത എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുക എന്നൊരു മാന്യതയെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടേ? കുട്ടികളല്ലേ, ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? എന്റെ പേര് വെച്ചില്ല എന്നുള്ളത് കുഴപ്പമില്ല, എന്നോട് ചോദിക്കുകയെങ്കിലും വേണ്ടേ? ഇതിന് ഉത്തരം തന്നേ പറ്റൂ. സുരേഷിനോട് ഒരു ഘട്ടത്തിൽ പോലും അവർ ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടില്ല. അത് തന്നെയാണ് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷിനോട് അവർ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഇതിനെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നിനക്ക് വേറെ കവിത ഒന്നും കിട്ടില്ല മാളു. ഇതിപ്പോ എന്റെ കുറ്റായോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞു? ഒന്ന് നിർത്തോ നിങ്ങള്. ഇയാളല്ലേ ഇപ്പൊ പറഞ്ഞ 2 വർഷം മുമ്പാണ് ഇതെന്ന്. അതെ, പക്ഷെ അതിവിടെ കുറെ കാലമായിട്ടുള്ളതല്ലേ. ആ, ഞാൻ പഠിച്ചിരുന്നതിന് 3 കൊല്ലം മുമ്പ്. ഫ്രോഡ്. എടാ അതെ, നമുക്ക് ഈ കവിതയുടെ ഫോട്ടോ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്താലോ? എന്നിട്ട് എന്താ കാര്യം? അതവിടെ എഴുതിയത് അവനാണെന്ന് പറയും. അവിടെ എഴുതിയതിന് സാക്ഷികൾ വരെ അവനുണ്ടാക്കും. അവന്റെ സംസാരം കേട്ടാൽ അറിയാം അവനൊരു ബിഗ് ടൈം ഫ്രോഡാണെന്നുള്ളത്. ഒരു ഐഡിയ പറ. നിങ്ങൾ പറയുന്നത് പോലെ ഇത് എഴുതിയത് മറ്റൊരാളാണെങ്കിൽ ആ ആളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ ഇത് നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുകയും വേണം. പക്ഷേ One second. Yeah, we are discussing. Yeah, okay. സിഒ ടിവിയിൽ നിന്ന് സന്ദീപാണ് വിളിച്ചത്. അവർക്ക് ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കോൺട്രാക്ട് എനിക്ക് പറയാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ക്യാൻസലായി എന്നല്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ, എന്നാ ശരി. ഹാരിസ് ബൈ, ഇനി അവരെയും കൊണ്ടേ ഞങ്ങൾ ബൈ എടുത്ത് വരും. നീ ഇത് എങ്ങനെ കണ്ടുപിടിക്കാനാ? വേറെന്താ വഴി പറ. അതാരാന്ന് വെച്ചാ നീ ഹാരിസ് ബാനോടെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അതെങ്ങനെ? മാളു, ആവശ്യത്തിലധികം ടെൻഷൻ ഇപ്പൊ ഉണ്ട്. നീ പുതിയ ഐഡിയാസും കൊണ്ട് വരല്ലേ? നീ ആയിട്ടുണ്ടാക്കിയല്ലേ ഒരു കവിത? ഞാനോ? നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞിട്ടല്ലേ? എന്തൊക്കെ? അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എടാടാ ഒന്ന് നിർത്ത്. നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോയി നോക്കാലോ. ആ, അവിടെ പോയി നോക്കാം. അവിടെ ഈ കവിത എഴുതിയാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. തന്നിടത്തോളം പണി എന്നെ ധാരാളം. വേണ്ട, ആരും വേണ്ട. ഞാനായിട്ട് ഉണ്ടാക്കിയല്ലേ, ഞാനായിട്ട് തീർത്തോളാം. മാളു, സ്റ്റേ ബാക്ക്. നിങ്ങൾ എങ്ങനെ തർക്കിച്ചുകൊണ്ടൊന്നും ഈ പ്രോബ്ലം തീരില്ല. ആദ്യം തൃശ്ശൂരുള്ള ആ കോളേജിലൊന്ന് പോയി നോക്ക്. ഓക്കെ?